ഇതിൽ അർഹതപ്പെട്ട എല്ലാ സാർമാരെ കാണാനുള്ളവരെല്ലാവരും കണ്ട് അതിന്റെ അപേക്ഷ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് സഹിതം നമ്മളെ കയ്യിൽ ഇരിപ്പുണ്ട്. കണ്ണീര് വേണ്ടി എന്ത് വികസനം കണ്ണീരാതെ ഒപ്പുണ്ട്. അത് ഇവർക്ക് പ്രമാണമുള്ളവരെ ഭൂമാഫികൾക്ക് മണ്ണെടുക്കാനും ഒക്കെ ആയിട്ടാണോ വികസനം? എന്താ ഇവിടെ ആർക്കോ വേണ്ടിയിട്ട് കമ്മീഷൻ കൊടുത്തിട്ട് അവർ മണ്ണെടുക്കുന്നു അല്ലേ? പിന്നെ അല്ലാതെ മണ്ണ് കൊണ്ടുപോകണം, എവിടെ കൊണ്ടുപോകണമെന്ന് ആർക്കറിയാം? അവരടുത്ത് ഞാൻ പറഞ്ഞാണ് ഇങ്ങോട്ട് തോണ്ടി കുഴിക്കല്ലേന്ന്. ഇത് ഇറിഗേഷൻ കിൽ എന്ന കമ്പനിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി അവര് അതിന്റെ ജനങ്ങളുടെ കണ്ണീരാണ്. വികസനം ആർക്ക് വേണ്ടിയിട്ടാണ്? വികസനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ജനങ്ങളെ ഇങ്ങനെ കഷ്ടത്തിലാക്കിയിട്ട് ഒരു രാത്രി മൊത്തം ഉറങ്ങാതെ അവർ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന വികസനം ആർക്കും വേണ്ട. ആ വികസനം ആർക്കും വേണ്ട. നമസ്കാരം. വികസനം ആവശ്യമാണ്, വികസനം ആവശ്യമില്ലെന്ന് നിങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ വികസനം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യർക്ക് വേണ്ടിയാണ്. ഈ മനുഷ്യർ കിടന്ന് കഷ്ടപ്പെടുന്ന വികസനം ആർക്ക് വേണ്ടിയാണ്? അത് വല്ല ഭൂമാവിക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വല്ല കാശുള്ളവന് വേണ്ടിയായിരിക്കും. ഒരു കൂട്ടം ആൾക്കാർ ഈ പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് തൊടുവ. നമ്മുടെ ശിവഗിരിയുടെ വർക്കല ശിവഗിരിയുടെ നേരെയുള്ള തൊടുവയാണ്. കനാൽ നിർമ്മാണമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വാർത്ത ചെയ്തിട്ടുണ്ട്. വള്ളക്കടവ് സ്വദേശികളുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി ഈ പറയുന്ന ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോയി വിൽക്കുകയാണ്. ആ വിറ്റ കാരണം ഇന്നലെ രാത്രി ഒരു ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് ഇതെല്ലാം ഇടിഞ്ഞ് വീണു. ആൾക്കാരൊക്കെ ഇവിടെ പരിഭ്രാന്തിയിലാണ് എല്ലാവരും. ഇത് എന്താ പറയുക, പ്രമാണമുള്ള ആൾക്കാരൊക്കെ അല്ലേ? ഞങ്ങൾ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി 11 മണിയാവും. ഭയങ്കര ഒച്ച കേട്ട്. ആ ഒച്ച കേട്ട് ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ നിന്നെല്ലാം കൂടെ എല്ലാം മണൽ ഇടിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ആ ലൈനും പൊട്ടി. ഞങ്ങൾക്കൊക്കെ ആ പേടിയായിപ്പോയി. ഞങ്ങളൊക്കെ വീടൊക്കെ ഒരുമാതിരി ഉള്ളൽ പോലെ. ഇവർ ഈ മണ്ണിടിക്കാൻ പറ്റണമെന്ന് വെച്ചാൽ വലിയ ജേസി എതിർത്ത് ആരെടുത്ത് എതിർക്കാൻ പറ്റും? നമുക്ക് ആരുടെ വല്ലതും പറയാൻ പറ്റുമോ? സർക്കാർ കൊടുത്തിരിക്കുകയല്ലേ അവർക്ക്. ചേട്ടാ, ഞാൻ അന്വേഷിച്ചോളം അറിയാൻ പറ്റുന്നത് ഈ മണ്ണൊക്കെ കൊണ്ട് വിൽക്കണം കേട്ടു. ശരിയാണോ? നേരം വിളക്കുമ്പോ അവർ വണ്ടി കൊണ്ടുവന്നു ലോൺ കണക്ക് മണ്ണ് മാറയാണ്. ഈ മണ്ണ് മാറുന്ന കുഴിക്കും. കുഴിച്ച് പോകുമ്പോ കണ്ട അത് ചേടിയാണ്. ചേട്ടാ, ആ മണ്ണ് കാണുമ്പോൾ എനിക്കറിയാൻ പറ്റും ഇത്രയും ഉറപ്പില്ലാത്തൊരു മണ്ണാണ് അല്ലേ? അവിടെ അക്കരെ അവിടെയാണ്. ചേട്ടാ, ഇവിടെ ഒരു ഉറപ്പില്ലാത്ത മണ്ണല്ലേ ഇത്? കളിമണ്ണല്ലേ? ഈ കളിമണ്ണ് കൊണ്ട് പിന്നെ വിറ്റാൽ ഇവിടെ ഉപയോഗമുണ്ട്. കാരണം അവര് ക്ലേ ഫാക്ടറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ. വിൽക്കുന്നില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെ കണ്ടില്ല. മണ്ണ് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മണ്ണെടുത്ത് ഇവിടെ നിന്ന് മണ്ണെടുത്ത് ഈ മണ്ണെല്ലാം ഈ ആറ്റിലുള്ള മണ്ണാണ്. ഈ മേലെ കിടക്കുന്നില്ല. പിന്നെ അടിയന്തരമായിട്ട് എന്താ കാണിക്കുന്നത്? കാണാച്ചാല് ഇടിഞ്ഞു പോയില്ലേ? ഇടിഞ്ഞു പോകുന്നുണ്ട്. രാത്രി സംഭവിച്ചതല്ലേ? അമ്മയൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരല്ലേ? അമ്മ, എന്റെ വീട് 36 വർഷമായി. എന്നെ കെട്ടിക്കൊണ്ടുവന്നത് ഇവിടെ, ഇയാള് പെറ്റതും ഇവിടെ തന്നെ. പ്രമാണമൊന്നുമില്ല. നമുക്ക് പറമ്പോക്കാണ്. ആണോ? ഞാൻ അറിഞ്ഞിടത്തോളം ആ പാലം വരെ പോവാനുള്ള പരിപാടിയാണല്ലോ. പാലം പോവില്ല. ഇടിഞ്ഞു പോവല്ലേ? അങ്ങോട്ട് നോക്കിയാ അറിയാലേ. ഇങ്ങോട്ട് ഇടിഞ്ഞു പോകുമ്പോ പാലവും പോവും. ഈ പറഞ്ഞ രാത്രി നമുക്ക് കിടന്ന് ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. മുകളിലത്തെ പെരയിടത്തിലാണ് കയറി നിന്നത്. നേരം വിളിക്കുന്നവരാ. നമ്മളെവിടെ പോകും? ഇത് സെറ്റോടെ വിളവുണ്ടല്ലേ? എല്ലാം അഞ്ഞു വരും. ഇത് സെറ്റോടെ പോകുമ്പോൾ 1-2 മരങ്ങൾ നിൽക്കുന്നതിൽ നിൽക്കുകയാണ്. ആ മരത്തിന്റെ ബലത്തിലങ്ങ് നിൽക്കുകയാണ്. ഇത് സെറ്റോടെ ഇളവി കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മളെ വീടുമൊക്കെ പോകും. എന്തെങ്കിലും ഒരു ഉറപ്പ് വരണ്ടേ? ഒന്നേ അവരൊരു പിന്നെ പാർശ്വ ആൾക്കാരുണ്ട്. ഞങ്ങൾ പ്രമാണ വസ്തുവാണ്. അത് അവരും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു വികസനം ഞാൻ നിഷേധിക്കില്ല. ആവശ്യമാണ്. പക്ഷെ ഇത് മനുഷ്യനെ കൊല്ലുന്ന വികസനമല്ലേ? ഇവര് പാർശ്വവിദ്യ എന്തെങ്കിലും ഒരു ഇത് സെറ്റപ്പ് ചെയ്തിട്ടാണോ ചെയ്തെങ്കിൽ ഇത് ഇടിയൂല. കണ്ട എല്ലാം ചേടി കണക്കിരിക്കുകയാണ്. രാവിലെ പോവുകയാണ്. വികസനം വേണ്ടെന്ന് പറയുന്നില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാരൊക്കെ ഉണ്ട്. അമ്മമാരെ, നിങ്ങളെയും പേടിയാണോ? ഈ മഴയത്ത് വരെ അവര് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. രാത്രി എന്താ അവസ്ഥ? ഇതേപോലെ സൗണ്ട് കിട്ടുന്ന നോക്കുമ്പോ എല്ലാം ഇടിഞ്ഞു വീഴുന്നു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ മുകളിൽ കൂടെ പോസ്റ്റ് ഇടിയാറായി കിടക്കുന്നു. ഇപ്പോഴത്തെ മഴയത്ത് മുള വന്ന് വീണ് പോസ്റ്റ് ചരിഞ്ഞെടുക്കുന്നു. KCB വിളിച്ച് അവര് ഫോൺ എടുക്കുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വികസനമൊക്കെ നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. വികസനം വേണം. പക്ഷെ അതിന് വികസനം ആർക്ക് വേണ്ടിയിട്ടാണ്? വികസനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ജനങ്ങളെ ഇങ്ങനെ കഷ്ടത്തിലാക്കിയിട്ട് ഒരു രാത്രി മൊത്തം ഉറങ്ങാതെ അവർ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന വികസനം ആർക്കും വേണ്ട. ആ വികസനം ആർക്കും വേണ്ട. ഇത് ആർക്കോ വേണ്ടിയിട്ട് കമ്മീഷൻ കൊടുത്തിട്ട് അവർ മണ്ണെടുക്കുന്നു അല്ലേ? പിന്നെ അല്ലാതെ മണ്ണ് കൊണ്ടുപോകണം, എവിടെ കൊണ്ടുപോകണം എന്ന് ആർക്കറിയാം? അവരടുത്ത് ഞാൻ പറഞ്ഞാണ് ഇങ്ങോട്ട് തോണ്ടി കുഴിക്കല്ലേന്ന്.
പിന്നെ ആ ചേച്ചിക്കൊന്നും ചെയ്യത്തില്ല, ചേച്ചിക്കൊന്നും ചെയ്യത്തില്ല. ഇവിടെയാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. എന്നാൽ രാത്രി പേടിച്ച് അങ്ങ് മോളിൽ പോയി നിന്ന് നേരം വെളുക്കുന്നവരാ. ഇത് സെറ്റോടങ്ങി വീഴുന്നത്, ഇത് സെറ്റോടങ്ങി വരുള്ളൂ. അതിന് വീഴുമല്ലേ? അതിന് വരും, അത് പുട്ട് ചാടിയാണ്. അത് സെറ്റോടങ്ങി വരും. മരമ്പഴ മേലെ നിങ്ങളെ വീടും താഴെ വരും. തെങ്ങ് മേലെ നിന്നാണ്, തെങ്ങ് മേലിൽ നിന്നാണ് ഈ ആറ്റിൽ വന്നിരിക്കുന്നത്. ഇത് ആരെങ്കിലും കാണാനുണ്ടോ? മുകളിൽ നിന്ന് തെങ്ങാണ്. 10:30 ആയപ്പോ ഈ തെങ്ങ് ഇവിടെ വരെയാണ്. നമ്മൾ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ മോളിൽ കയറി ഇരുന്നത്. നേരം വെളുക്കുന്നവരാ. കറണ്ട് എല്ലാം പോയി. നമ്മളെവിടെ പോവും? സാറന്മാർ പറ നമ്മളെവിടെ പോവാൻ? ഒരു നിയമത്തിലുള്ള ഒരാളുകളും ഇങ്ങോട്ട് വരുന്നില്ല. ഒരു കാര്യമാണ്, നമ്മൾ അവിടെ പോയാൽ നമ്മളെ പട്ടീനെ പോലെ ഓട്ടിക്കുന്നു. അപ്പൊ നമ്മളെവിടെ പോണം? പരാതി കൊടുത്തില്ല, എല്ലാവർക്കും കൊടുത്ത് നമ്മളെ പട്ടീനെ പോലെയാണ് വരട്ടുന്ന. നിങ്ങൾ ഇവിടെ വരുന്നതിന്, ഇവിടെ വരുന്നതിന്, അപ്പൊ എവിടെ പോകും? ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ച് റേഷൻ കാർഡിന്റെ കോപ്പി ഇതിൽ അർഹതപ്പെട്ട എല്ലാ സാർമാരെ കാണാനുള്ളവരെല്ലാരും കണ്ട് അതിന്റെ അപേക്ഷ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് സഹിതം നമ്മളെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി വേറെ എന്താ? നിങ്ങളെ എം.എൽ.എ ആരാണ്? എം.എൽ.എ ആരാണ്? അവള് ഇതുവരെ വന്നിട്ടില്ല. എം.എൽ.എ ആണോ മെമ്പറാണോ? മെമ്പർ വന്നില്ലേ? അപ്പൊ കാലത്ത് വന്നിട്ട് പറയാണ് 15 ലക്ഷം രൂപ ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇവരാരും വരാത്തോണ്ട് അത് ക്യാൻസൽ ആയി പോയെന്നാണ് അവര് പറയുന്നത്. എം.എൽ.എ ആരാണ്? ജോയ് എം.എൽ.എ കണ്ടില്ലേ നിങ്ങള്? അപ്പൊ അതെന്താ പറഞ്ഞേ? പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്താൽ പറഞ്ഞ എല്ലാവർക്കും അത് പരിഹാരം ഉണ്ടാക്കുന്നത് ഇതുവരെ ഒരു പരിഹാരവും നമുക്ക് ഉണ്ടായില്ല. നമുക്ക് കിടക്കാടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടന്ന് ഈ ആഫീസുകൾ കംപ്ലീറ്റ് നമ്മൾ കിടന്ന് കൂടുന്നത്. ഈ കാര്യം കൊണ്ട് കഴിയാതെ ഈ മഴയത്തുനിന്നൊക്കെ നമുക്ക് ഒരു കിടക്കാടത്തിന് വേണ്ടിയാണ്. നമുക്കൊരു കിടക്കാടം കിട്ടിയെങ്കിൽ നമ്മൾ മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മണ്ണിട്ടൊന്നും പോകും. ഇവിടെ തന്നെ കിടന്ന് ഈ മണ്ണ് ഇടിയുന്നതിനനുസരിച്ച് ഓരോ ആൾക്കാർ ഈ ആറ്റിൽ തന്നെ കിടന്ന് ചാവും. ഞാൻ 19 വാർഡിലാണ് താമസിക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ കൗൺസിലും മെമ്പറും നമ്മളെ അറിഞ്ഞൂടാ. നമ്മളെ വോട്ടിന് മാത്രമേ അവർക്ക് അവകാശമുള്ളൂ. അവിടെ ചെന്നെല്ലാം പറയുന്നത് നിങ്ങളെ നമ്മൾ അറിഞ്ഞൂടാ, നമ്മളെ നാട്ടിലുള്ളതാണ്, രാമന്തളിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇനി കൊടുക്കാൻ, ഇനി ഒരു സാറന്മാർക്കും കൊടുക്കാൻ പേപ്പറില്ല, എല്ലാവർക്കും കൊടുത്തു. ഇവിടുത്തെ മെമ്പർ സിന്ധു വിജയൻ BJP മെമ്പറാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. മഴയായതുകൊണ്ടാണ് അവർക്ക് താഴോട്ടിറങ്ങി വരാൻ പറ്റാത്തത്. തൊട്ട് താഴെയാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് അറിയാലോ, മഴ നമ്മൾ കാണിച്ചാണ്. അപ്പം മഴയത്താണ് ഇറങ്ങി വരാൻ പറ്റാത്തത്. എൻ്റെ ഒരു ചെറിയ ചോദ്യം, വേറെ ഒന്നും കൊണ്ടല്ല, വികസനം ആവശ്യമാണ്. പക്ഷേ ജനങ്ങളെ ദ്രോഹിച്ചിട്ട് എന്താ വികസനം? ആ കണ്ണീര് വേണ്ടിയിട്ടുള്ള മണ്ണിൽ എന്തുണ്ടാക്കാൻ പോവാ? ഞാനും പറയുന്നത് അതാണ്, വികസനം ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഇവര് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സേഫ്റ്റി ചെയ്തതിന് ശേഷം മാത്രം ഇനി ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. മോദി സർക്കാർ 15 ലക്ഷം രൂപ അനുവദിച്ചു. പക്ഷെ അവർ കൊടുത്തത് 11 ലക്ഷം രൂപയാണ് കൊടുത്തത്. അല്ല, അത് നമുക്ക് ഇത് ആദ്യം ഒരു സർവേ നടത്തിയപ്പോഴൊന്നും കൗൺസിലേഴ്സിനെ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു. 2 തവണ ഇവർ സർവേ എടുത്ത് 3ാമത്തെ തവണയാണ് നമ്മളെ മീറ്റിങ്ങിന്, കൗൺസിലേഴ്സിന്റെ മീറ്റിങ്ങിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ടുള്ളത്. വിളിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പാർവതി പുത്തനാറിന്റെ വികസനം പ്രമാണിച്ചാണ് ഇത് ചെയ്യുന്നതെന്നും. അപ്പൊ അതുകൊണ്ട് അവർ ഒഴിപ്പിക്കാൻ, എന്തിനോ ഏതിനോ ആയിക്കോട്ടെ, വികസനം ആയിക്കോട്ടെ, റോഡ് ആയിക്കോട്ടെ, ഇത്രയും ജനങ്ങള് കൈക്കുഞ്ഞുമായിട്ട് മഴ നനഞ്ഞതിന്റെ മുമ്പ് നിൽക്കുകയാണ്. ഇവരെ കണ്ണീര് വേണ്ടി എന്ത് വികസനം? ഒരു കണ്ണീരാതെ ഒപ്പുണ്ട്. അപ്പൊ അത് ഇവർക്ക് പ്രമാണമുള്ളവരെ വല്ല ഭൂമാഫിയകൾക്കും മണ്ണെടുക്കാനും ഒക്കെ ആയിട്ടാണോ വികസനം എന്താ ഇവിടെ? അപ്പൊ ഈ മുകളിൽ താമസിക്കുന്നവരെല്ലാം പ്രമാണമുള്ളവരാണ്. അവരെ കാലക്രമേണ കൊണ്ട് അവരെയും പറഞ്ഞല്ലോ. അതെ, അത് തന്നെ, അത് ഞാനും പറയുന്നത് അതാണ്, വികസനം ആവശ്യമാണ്. പക്ഷെ അത് എന്തെങ്കിലും പാർശ്വഭിത്തികൾ കെട്ടിയിട്ടങ്ങാണ് ഇനി ചെയ്യണമെന്നുള്ളത്. ഇത് നഗരസഭയല്ല ഇതിൻ്റെത്, ഇത് ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ്, ഇറിഗേഷൻ. അതെ, അല്ല, നഗരസഭയുമായിട്ട് ഇത് യാതൊരു കണക്ഷനും ഇല്ല. അത് ഞാൻ ഇറിഗേഷൻ അറിയിച്ചിട്ടുണ്ട്, AXC അറിയിച്ചിട്ടുണ്ട്, AE അറിയിച്ചിട്ടുണ്ട്. അവര് അപ്പൊ അതിനടുത്ത് പറഞ്ഞത് 10 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 10-11 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു മരണം ആയതുകൊണ്ട് പോയിട്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ക്രിയാത്മകമായി ഇടപെട്ടില്ലെങ്കിൽ ജനങ്ങളാണ് കൈക്കുഞ്ഞുമായിട്ട് ഒന്ന് നിലവിളിക്കുകയാണ്. അവർ ഇന്നലെ കൈക്കുഞ്ഞുമായിട്ട് രാത്രി എവിടെയൊക്കെ പോയി ഇരുന്നു, വീട് ഉപേക്ഷിച്ചിട്ട് ഈ മണ്ണിടിഞ്ഞ് വീണോണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവര് എല്ലാ ഭരണ സംവിധാനങ്ങളെയും അടുത്ത് പോയിട്ട് നടക്കാത്തതുകൊണ്ടാണ് നമ്മളെ മാധ്യമങ്ങളെ വിളിക്കുന്നത്. ഇത് ഇറിഗേഷൻ കിൽ എന്ന കമ്പനിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി അവര് അതിന്റെ കണ്ടല്ലോ ദേശീയപാത ഇടിഞ്ഞത്, അതെല്ലാം കരിമ്പട്ടിപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ജനങ്ങളെ കണ്ണീരാണ്, അത് നോക്കി കാണണ്ടേ നമ്മൾ ആദ്യം. ഇത് എനിക്ക് സംബന്ധിച്ച് എനിക്കറിയാം, എനിക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്യുന്ന ആളാണ്, എനിക്ക് എന്നിട്ടറിയാം.
അല്ല, ഇത് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ ഇതിനെ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം എന്താണെന്നുള്ളത് മാധ്യമങ്ങൾ തന്നെയാണ് അത് കണ്ടുപിടിച്ച് തരേണ്ടത്, ഇവരെന്താണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ചെറുക്കുക, എനിക്ക് അതാണ് പറയാനുള്ളത്. അല്ല, അത് പരമാവധി ഞാൻ ഇനി ഇവിടെ പണി നടക്കുമ്പം അത് ചെയ്യാതിരിക്കാനുള്ള സംവിധാനം ചെയ്യും. അത് ആൾക്കാരെയും കൊണ്ട് ഇറങ്ങി അത് ഇനി പണി ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് എന്തായാലും സൈഡ് എന്തെങ്കിലും ചെയ്ത് പാർശ്വഭിത്തികൾ കെട്ടിയതിന് ശേഷം മാത്രമേ ഇനി മണ്ണെടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. അമ്മയുടെ അവസ്ഥ പറയാമോ? എൻ്റെ വീട്ടിൽ കൂടെ ആ മരം എല്ലാം കൂടെ ഒടിഞ്ഞ് വീണ് ഇപ്പൊ കിടക്കുന്നു. ഈ മണ്ണ് മാറ്റിയത് കൊണ്ടാണോ? ആ മണ്ണ് മാറ്റിക്കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം കയറി ഇടിഞ്ഞിടിഞ്ഞ് പൊക്കോണ്ടിരിക്കുന്ന. ഇപ്പൊ ഇച്ചിരി നേരം ആയോളൂ ഒരു മരം എല്ലാം കൂടെ ഒടിഞ്ഞ് വീണ് ആ കാറ്റത്തും മഴയത്തും വീണ് കിടക്കുന്നു. ഈ കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് ഞങ്ങൾ എന്തോന്ന് ചെയ്യുന്ന? 4 പൊടി കൊച്ചുങ്ങളുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, നമ്മളെ കൂടെ പറയിപ്പിക്കുന്നതാണ്. കാരണം വെച്ചാൽ വികസനം, ഞാൻ ആദ്യം പറഞ്ഞ വികസനമൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ ജനങ്ങളെ കണ്ണീര് വെച്ചിട്ട് എന്ത് വികസനം, എന്ത് കാണിക്കാനായിട്ടാണ്? ഒന്നെങ്കിൽ അവരെ സംരക്ഷിക്കുക. ഇതിന് ഇവിടെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് 6 പണി കെട്ടണമായിരുന്നു, കെട്ടിയിട്ട് ഇവർ തോണ്ടണമായിരുന്നു. ഇത് അവര് അങ്ങ് തോണ്ടി വിട്ട് ഇവിടെ കിടന്ന പാവങ്ങളെയൊക്കെ അടിച്ചോട്ടിച്ച് വിട്ടിട്ട് അവര് ഇങ്ങനെ കാണിച്ചെന്ന ബാക്കി മേലോട്ട് കിടക്കുന്നവരെ വീട് ഇതല്ലേ അവസ്ഥ. ഈ കനാലുമായി ബന്ധപ്പെട്ട് മുന്നേ ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്, ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാരുടെ കണ്ണീര് കണ്ടിട്ട് ഒരു വികസനം ഉണ്ടാക്കാൻ പാടില്ല. കാരണം കണ്ണീരാണ് ആൾക്കാർ. ഒന്നെങ്കിൽ അവരെ സംരക്ഷിക്കുക, അവർക്ക് മതിയായ സംരക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുക. ഇതൊന്നും കൊടുക്കാതെ കുറേ 10-25 അമ്മമാരെ വാർത്ത ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതാണ് അവസ്ഥ, ഇതാണ്. ഇത്രയും ജനങ്ങൾ കിടന്നിട്ട് ഈ മഴയത്ത് പോലും കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ അടുത്ത് വരികയാണ് എല്ലാവരും. ഞാൻ വന്നപ്പോൾ എല്ലാം അവർക്ക് ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളൊക്കെ പോയി നോക്കിയിട്ടൊന്നും ഒരു കാര്യം അവർക്ക് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ശ്രദ്ധ ആകർഷിക്കേണ്ടത് ദേശീയ മാധ്യമങ്ങളും സംസ്ഥാന മാധ്യമങ്ങളും ഒക്കെയാണ്. എല്ലാവരും ഇവിടെ വരണം, ഇവിടെ കണ്ണീര് കാണണം, ഇവിടെ കണ്ണീര് വെപ്പാൻ ശ്രമിക്കണം. സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കണം, അതാണ് ആദ്യം വേണ്ടത്. കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. പാലയാണെങ്കിൽ പാലയുടെ മണ്ണെല്ലാം പോയി. ഇനിയിപ്പോൾ പാല വീട്ടിൻ്റെ അങ്ങോട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നു, അടുത്ത അതിൻ്റെ മേളത്തെ വീട്ടിൽ. ആ പാല ഇനിയിപ്പോൾ എന്തിനും പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കണം, അവരെയും വിളിച്ചു. 6 മാസമായ കൊച്ചിനെ കൊണ്ടാണ് ഇവിടുന്ന് മാറിയത്, പേടിച്ച് എല്ലാം കൂടെ ഇടിഞ്ഞ് വീണു എന്ന് പറഞ്ഞ്. പല കണക്കിന് അളവെടുത്തിട്ടാണ് കുറ്റികളങ്ങ് മേൽ വേറെ അടിച്ചിരിക്കുന്നത്. ആ റോഡ് സൈഡ് ഏതോ കുറ്റി അടിച്ചിരിക്കുന്നത്, ആ കുറ്റിക്ക് സൈഡ് വരെ ഇടിച്ചടിച്ച് പോവുകയാണ്. ഇതെങ്ങനെയാണ് ഈ കനാലിൽ നിങ്ങൾ മുൻകൂട്ടി അറിയിച്ചില്ലായിരുന്നോ? ഇത് ഒരു ഇത്രയും സാധനം സർവേ ചെയ്ത് മേലെ ഓരോ കുറ്റി അടിച്ച് പിന്നെ അവരങ്ങ് പണിയും തുടങ്ങി. കമ്പിന്റെ കുറ്റി അടിച്ചിട്ടുണ്ട്, ഇതോടെ അടിച്ചിട്ടുണ്ട്. പിന്നെ അത് അതിന്റെ തൊട്ട് മുകളിൽ ആ വട്ടലെടുത്ത് ഒരു കുറ്റി അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറ്റി അടിച്ചത് ആ പോസ്റ്റിന്റെ അടുത്തൊരു കുറ്റി അടിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് തോന്നുന്നിടത്തൊക്കെയാണ് അവർ കുറ്റി അടിക്കുന്നത്. ചോദിച്ചില്ലേ? നമ്മളെന്തായിരുന്നു ചോദിച്ചാൽ സമയത്ത് നമ്മൾ കാണത്തില്ല. നമുക്ക് അന്നന്ന് വരുമാനത്തിന് പോണവരാണ്. നമ്മൾ പോയാലേ നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കും കൊച്ചുങ്ങൾക്കും വല്ലതും തിന്നാൻ പറ്റുള്ളൂ. നമ്മൾ പോണ ദിവസങ്ങൾ അവർ വന്ന് അടിക്കുമ്പോൾ പെണ്ണുങ്ങൾ ചോദിച്ചാൽ ഇവർ പറയൂ? നമ്മൾ പറഞ്ഞില്ല, ഇത് ഒന്നുമല്ല ഇവിടെ റോഡൊക്കെ വരും അതിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. റോഡ് വരുമ്പോൾ മാത്രമേ നമ്മളെ വീട് പൊളിക്കൂ. അപ്പൊ നമ്മൾ മേലോട്ട് ഇറങ്ങാൻ എന്ത് ചെയ്യും? ഈ താഴെ പുറമ്പോക്കാരെല്ലാം ഈ കനാലിൽ കിടന്നവരെല്ലാം പോയി. ഇനി ബാക്കിയുള്ളവർ മേലോട്ടുള്ളവരാണ് കിടക്കുന്നത്. അവർ ഈ റോഡ് വന്നാൽ മാത്രമേ നമ്മളെ പൊളിക്കുള്ളൂ. ശരി, മതി. പിന്നെ ഇത് ഇടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഒരു ഉപയോഗം വേണ്ടേ? ഇത് മൊത്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീട് കുഞ്ഞു വരും. വളരെ ഗൗരവമായ വിഷയമാണ്. ഒരുപാട് എത്ര പേരും പോയൊന്നുമില്ല. ഇനിയും ഉണ്ട് ആൾക്കാർ കനാലിലെ ആൾക്കാർ ഇനിയും ഉണ്ട്. മുകളിൽ അങ്ങ് തട്ടിലായില്ല, കനാൽ ഇതുവരെ ഒഴിച്ചു മാറി തീർന്നില്ല. ഇനിയും ഉണ്ട് ആൾക്കാർ, കാശ് തന്നില്ല. ഇനിയും ഉണ്ട്, കിട്ടാത്തവരാണ് നിൽക്കുന്നത്. ഇനിയും ഉണ്ട് ആള്. ഞങ്ങൾ ഈ വീട്ടിൽ കിടക്കുന്ന ആ വീട് സാറ് വന്ന് കാണും, ഞാൻ ഇപ്പൊ തുറന്ന് കാണിച്ചു തരാം. ആ തുണിയൊക്കെ മുകളിലത്തെ വീട്ടിൽ കേട്ടിട്ടാണ് തുണികളൊക്കെ വാരിക്കൊണ്ട് അവിടെ വെച്ചേക്കുന്നത്. ഇത്രയും എന്താ പറയാ ഗൗരവമുള്ള വിഷയമായിട്ട് പോലും എനിക്കിവിടെ ഒരു മാധ്യമങ്ങളെയും കാണാൻ കഴിഞ്ഞില്ല. വരേണ്ടതാണ്, കാരണം മാധ്യമധർമ്മമാണ് അത്. ആൾക്കാരുടെ സങ്കടം ഒപ്പുകയും കണ്ണീരൊപ്പുകയും ചെയ്താണ് മാധ്യമധർമ്മം. പരിഹാരം ഉണ്ടാക്കുകയാണ് മാധ്യമധർമ്മം. ഒരു പക്ഷേ ഭരണ സംവിധാനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ അത്യാവശ്യമാണ്. അത് നമ്മൾ ചെയ്യണം. അത് എന്താ പറയുക, 4th എസ്റ്റേറ്റാണ് നമ്മുടെ നാളത്തെ നെടുന്നുകൊണ്ടാണ് മാധ്യമങ്ങൾ നമ്മളത് ചൂണ്ടിക്കാണിക്കുകയാണ്. ദേവി എല്ലാവരും വരിക എന്ന് കാണുക, ജനങ്ങളുടെ കണ്ണീരൊക്കെ ഒന്ന് ഒപ്പാൻ നോക്കുക. ഈ ഇത്രയും വലിയ ഗൗരവമുള്ള വിഷയം സംവിധാനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് ചെയ്യണം. അത് ചെയ്യാതെ ഞാൻ ഇത്രയും മഴയത്ത് പോലും ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ മഴ നനഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെയാണ് അമ്മമാർ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.